സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്കാണ് സാധ്യത. കോഴിക്കോടും കണ്ണൂരും റെഡ് അലർട്ടാണ്. അതായത് അതിതീവ്ര മഴയാണ് ഈ രണ്ട് ജില്ലകളിലും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. TS ഹരികൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഇന്നത്തെ മഴ മുന്നറിയിപ്പിനെ കുറിച്ച്, അതോടൊപ്പം തന്നെ ഇപ്പോൾ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസം ഉണ്ടാകും ഈ മഴ? 4 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഇപ്പോൾ ഒരു ചക്രവാത ചുഴിയുണ്ട്. അത് ന്യൂനമർദ്ദമായി മാറിയിട്ടുണ്ട്. ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് ഇപ്പോൾ കേരളത്തിൽ മഴ പെയ്യുന്നത്, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. പക്ഷേ വരും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ഇനിയും ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഇന്ന് ഉച്ചയ്ക്ക് വന്ന അറിയിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരും ദിവസങ്ങളിലും വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ 2 ജില്ലകളിലാണ് റെഡ് അലർട്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളത് കൊണ്ടാണ് കോഴിക്കോടും കണ്ണൂരും റെഡ് അലർട്ട് നൽകിയിരിക്കുന്നത്. ഈ 2 ജില്ലകളിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ കൃത്യമായ ജാഗ്രത വേണം. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിൽ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മലയോര മേഖലകളിലും തീരപ്രദേശത്തും ജാഗ്രത വേണം. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് നിയന്ത്രണമുണ്ട്.